ഹായ്, ഞാൻ ദീപ. ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗാണ്. നമ്മൾ കഴിഞ്ഞ ഡിസംബർ വെക്കേഷൻ്റെ സമയത്ത്, ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്ത് ഒന്ന് ജടായുപ്പാറ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ സാമ്പ്രാണിക്കൊടി പോവുക എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി റീൽസിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്കത് അവിടെ പോയാൽ കൊള്ളാമെന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്ലാനെങ്കിലും പിന്നീട് ഇങ്ങനെ കൊല്ലത്തുള്ള പലരെയും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ സ്ഥലത്ത് കറക്റ്റ് സമയത്ത് എത്തത്തില്ല. പിന്നെ രാവിലെ പോകണമായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ രാവിലെ 10 മണിയൊക്കെ എണീറ്റിട്ടാണ് ആലോചിക്കുന്നത് പോകണമല്ലോ എന്ന്. പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ജടായുപ്പാറ പോയേക്കാം. അങ്ങനെ അങ്ങോട്ടേക്കാണ് ഒരു ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 4:30-5 മണി എങ്ങാണ്ടായി കേട്ടോ. നല്ല ട്രാഫിക്കൊക്കെ ആയിരുന്നു. അപ്പം അവിടെ എന്താ ഉള്ളത്, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. ചുമ്മാ അങ്ങ് പോയി നമ്മൾ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഇവിടുന്ന് തന്നെ അവിടെ ജഡായു എർത്ത് സെൻറ്ററിൻ്റെ ഇങ്ങനെ ഇതാണ് കോൾ സെൻറ്റർ ഉണ്ടല്ലോ, അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓക്കെ വന്നോളൂ, പക്ഷേ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ ഒരാൾക്ക് എനിക്കൊന്ന് പെർ ഹെഡ് എനിക്ക് ഒന്ന് 600 അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. പക്ഷേ ഇത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എത്രയോ 100 രൂപ കൂടെ കൂടുതലോ 50 രൂപ കൂടെ കൂടുതലോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞവർ. അതായത് ഒരാൾക്ക് 600 രൂപ വെച്ചിട്ടെങ്ങാണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് എൻട്രി ഫീ ഓർമ്മയില്ല. അപ്പം ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ പാർക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഭയങ്കരമായ ഒരു ക്യൂ ആയിരുന്നു. അപ്പോൾ ക്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്നൊന്നും നമ്മൾ മുകളിലെത്തത്തില്ലെന്ന്. അതിനു മാത്രം വലിയ ക്യൂ ആയിരുന്നു. ഒത്തിരി പല പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടി ഇടിച്ച് തള്ളി അവസാനം ഒരു വിധത്തിൽ നമുക്ക് ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മുകളിലോട്ട് നടന്ന് വാക്ക് വേ ഉണ്ട്, അങ്ങനെ വേണേൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കേബിൾ കാർ വഴി പോവാം. അപ്പം നമ്മൾ ഇനിയും മെനക്കെടണ്ടല്ലോ, ഇത്രയും കയറ്റമൊന്നും കയറാൻ വയ്യാത്തതുകൊണ്ട് കേബിൾ കാർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ആദ്യം വാക്ക് വേക്കുള്ള ടിക്കറ്റ് താഴത്തെ നിലയിൽ നിന്ന് തരും. എന്നിട്ട് പിന്നെ നമുക്ക് രണ്ടാമത്തെ നിലയിലോട്ട് നമ്മളെ പറഞ്ഞു വിട്ടിട്ട് അവിടെ വേറെ ടിക്കറ്റ് നമ്മൾ എടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ക്ഷമയൊക്കെ കെട്ട് കേട്ടോ. കാരണം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ നമ്മൾ ഈ ക്യൂവിൽ തന്നെയായിരുന്നു, താഴത്തെ ക്യൂവിലും മുകളിലത്തെ ക്യൂവിലും എല്ലാം കൂടെ. അവസാനം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും 6 മണി അടുപ്പിച്ചുള്ള സമയമായി. അപ്പോൾ അവരവിടെ എഴുതിയിട്ടുണ്ട് 5:30 വരെ അകത്തോട്ടും പിന്നെ 6 മണി ആകുമ്പോഴത്തേക്ക് എല്ലാവരും തിരിച്ചിറങ്ങണം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ബഹളമൊക്കെ വെച്ചു, ഇതെന്തുവാ ഇനിയിപ്പം നമ്മൾ ഇങ്ങോട്ട് ഇത്രയും പൈസയൊക്കെ കൊടുത്ത് മുകളിൽ കയറുന്നത് 5 മിനിറ്റ് നിൽക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അങ്ങനെ പറഞ്ഞില്ലല്ലോ, വെക്കേഷൻ ആയതുകൊണ്ട് ഇത് രാത്രി വരെ നീളും, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. കറക്റ്റ് ടൈമായിരുന്നു ഞങ്ങളുടേത്. കേബിൾ കാറൊക്കെ നമുക്കൊരു പുതിയ അനുഭവമാണ്, ഇതുവരെ നമ്മൾ കയറിയിട്ടില്ല. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പേടിയുണ്ടായിരുന്നു എങ്ങാനും ഇത് പൊട്ടി തകർന്ന് താഴെ വീണാലേ. എനിക്ക് പിന്നെ അങ്ങ് ഓർത്തിങ്ങനെ അങ്ങറ്റവാ. അപ്പം എങ്ങാനും ഇത് പൊട്ടി തകർന്ന് വീണ് കഴിഞ്ഞാൽ താഴെ മൊത്തം പാറയാ. അതിൻ്റെ ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നേ. പിള്ളേർക്കൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ കറക്റ്റ് സമയത്താണ് എത്തിയത്. ശരിക്കും മറ്റേ സൂര്യാസ്തമയത്തിൻ്റെ സമയത്താണ് എത്തിയത്. കുറച്ച് നേരം നമ്മളവിടെ ചെന്ന് പിന്നെ എല്ലാവരുടെയും സ്ഥിരം പരിപാടി, നമ്മൾ സെൽഫി എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇത് തന്നെയായിരുന്നു. ഞാൻ എൻ്റെ സെൽഫി സ്റ്റിക്കും കൊണ്ട് വൻ ഷോ ആയിരുന്നു അവിടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ മറ്റേ സ്കൈയുടെ കളറൊക്കെ അങ്ങോട്ട് ചേഞ്ചായി. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ അവിടെ എല്ലാം ലൈറ്റ് ഇട്ടു അവർ. അപ്പം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ അന്ന് പോയതും പ്രത്യേകിച്ച് വൈകിട്ട് സമയം പോയത് വെർത്തായിരുന്നു. എന്നുവെച്ചാൽ നല്ല ഭംഗിയായിരുന്നു. ആനിക്കൊക്കെ അങ്ങ് ഫോട്ടോഗ്രാഫിയിൽ അങ്ങ് കമ്പം വന്നിട്ട് എൻ്റെ ഫോണൊക്കെ വാങ്ങിച്ച് തലങ്ങും വിലങ്ങും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുമായിരുന്നു. അന്നേ അതുപോലെ തന്നെ നമ്മൾ അത് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം എൻജോയ് ചെയ്യുക എന്നുള്ളതിനേക്കാളും നമ്മൾ മാത്രമല്ല അവിടെ വന്ന് എല്ലാവരും ചെയ്തത് ഫോട്ടോ എടുക്കൽ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഇനി കാണാൻ എന്താ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഉള്ള ഒരു വ്യൂ അതുണ്ട്. പിന്നെ ആ ഒരു ശില്പം അതിൻ്റെ ഉണ്ട്. പിന്നെ അതിനകത്ത് എന്തോ മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നതുകൊണ്ടേ നമുക്ക് അതിനകത്തോട്ടൊന്നും എൻട്രി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്. എനിക്കൊന്ന് ശ്രീരാമൻ്റെ അമ്പലവും പിന്നെ ശ്രീരാമൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു കാൽപാദവും ഒക്കെ അവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ആൾക്കാർ പൂജയോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചെറിയ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റോറിയൊക്കെ പറയുന്ന ഒരു ചെറിയ
മ്യൂസിയം, ഒരു എക്സിബിഷൻ പോലത്തെ ഒരു സ്പേസും ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ വഴി ഈ വഴിയൊക്കെ കറങ്ങി നടന്നതിന് ചുറ്റും കറങ്ങി നടക്കാം. നല്ല തിരക്കായിരുന്നു. പക്ഷെ വൈകിട്ട് അത്രയും കയറിക്കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുന്നതിനും തിരിച്ചിറങ്ങുന്നതിനും തിരക്കാണ് കേട്ടോ. പക്ഷെ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള മാതിരി തന്നെ അവർ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അതിന് മാത്രം സ്റ്റാഫ് അവിടെ ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ എന്താ, നമ്മൾ തിരിച്ച് ഇറങ്ങാനാണെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കണം. ആ ക്യൂ തന്നെ തെറ്റിക്കാനായിട്ട് അവർ സമ്മതിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് വലിയ കശപിശയൊന്നും കൂടാതെ നമ്മൾ താഴെ എത്തി. അപ്പോൾ നല്ല രസമായിരുന്നു, സംഭവം കൊള്ളായിരുന്നു. ആ ഒരു ടൈമിൽ പോയതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആയത് കാണാനായിട്ടേ. അപ്പം ഇനി പോകാനായിട്ട് താല്പര്യമുള്ളവര്, ഇത് മറ്റേ ചടയമംഗലത്താണ്. ഈ വെക്കേഷൻ ടൈമിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ വെക്കേഷൻ ടൈമിൽ പോയതുകൊണ്ടാണ് നമുക്ക് ആ രാത്രിയിലത്തെ വ്യൂ നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു 6 മണിയൊക്കെ ആകുമ്പം അടയ്ക്കുമെന്നാണ് പറയുന്നത്. അതിനകത്ത് എഴുതിയേക്കുന്ന അങ്ങനെയാ. ഇനി അല്ലാതെ നോർമൽ ടൈമിങ്ങിൽ, അല്ല നോർമൽ സമയത്ത് പോയാൽ ഈ രാത്രി വരെയൊക്കെ നിൽക്കാൻ സമ്മതിക്കുമോ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ അതാണ് ബെസ്റ്റ് ടൈം പോകേണ്ടത്. അതിരാവിലെ പോകുന്നതിനെക്കാട്ടിലും ഒക്കെ അതിരാവിലെ എന്ന് എനിക്ക് തോന്നുന്നു 10 മണി തൊട്ടം കണ്ട എൻ്റെ എൻട്രൻസ് ടൈമിങ്. പക്ഷെ ഇത് നല്ല ആ ഒരു വ്യൂ ആയിരുന്നു ഞങ്ങളുടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ അവിടെ കുറച്ച് നേരം ഒക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ചായയൊക്കെ കുടിച്ച് ചായയും കടിയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യെ വൻ ക്യൂ നിന്ന് താഴെ ഇറങ്ങി. പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ട്രിവാൻഡ്രത്ത് എത്തിയപ്പോൾ അറൗണ്ട് ഒരു 10-10:30 ആ ടൈമായി കേട്ടോ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു വ്യൂ ആയിരുന്നു, വെർത്തായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക്